എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഹിന്ദി ആയിരുന്നു. അതുപോലെ തന്നെ ജനറൽ നോളജ് വിദ്യാർത്ഥികൾക്ക് ജനറൽ നോളജ് ആയിരുന്നു. അപ്പോൾ മൂന്നാം ഭാഷയായിരുന്നു ഇന്നത്തെ എക്സാമിനേഷൻ. രാവിലെ 9:30 മുതൽ 11:15 വരെയായിരുന്നു ഇന്നത്തെ എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെയാണ്, ടഫാണോ അല്ലെങ്കിൽ ഈസിയാണോ, അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന പാഠഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ അങ്ങനെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്കാണ് ലഭിക്കാനുള്ള സാധ്യത, അതായത് ഒരു 20 മാർക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഈ ഒരു പരീക്ഷയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു പരീക്ഷ ഓൾറെഡി നിങ്ങൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇനി പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനില്ല. കാരണം ഓൾറെഡി എഴുതി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി അതിന് എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ പേടിക്കുകയോ അല്ലെങ്കിൽ അതിൽ പരാജയപ്പെടും, അതായത് തോൽക്കുമെന്നൊന്നും കരുതി ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം പരീക്ഷ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രയോജനമില്ല. അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന്, അതായത് അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കാതെ ടെൻഷനില്ലാതെ സന്തോഷത്തോടെ അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുക. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ ലഭിക്കുന്ന വിഷയങ്ങളാണ് രസതന്ത്രം, അതുപോലെ ജീവശാസ്ത്രം എന്നിവ. സോഷ്യൽ സയൻസിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു A ഗ്രേഡെങ്കിലും മിനിമം നിങ്ങൾക്ക് നേടുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ ഇനി വരുന്ന പരീക്ഷകളിലും നിങ്ങൾക്ക് ഒരു ദിവസം ഇടവേള പഠിക്കാനായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് പഠിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഏകദേശം 2 ദിവസം നിങ്ങൾക്ക് ഇടവേള ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഹിന്ദി പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു ഗ്രേഡ് ലഭിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്കാണ് കിട്ടുക, അതായത് നിശ്ചിത ഗ്രേഡ് ലഭിച്ചു കഴിഞ്ഞാൽ ഏത് ഗ്രേഡാണ് നിങ്ങൾക്ക്, അതായത് നിശ്ചിത മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഏത് ഗ്രേഡാണ് കിട്ടുക എന്നുള്ളത് വിദ്യാർത്ഥികൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും. നിങ്ങൾക്കറിയാം, ഹിന്ദി പരീക്ഷയിൽ നിങ്ങൾക്ക് 40 മാർക്കിലാണ് പരീക്ഷ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10 മാർക്കാണ് CE മാർക്കായിട്ട് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം 10 മാർക്ക് CE, 40 മാർക്ക് എഴുത്ത് പരീക്ഷ, ടോട്ടൽ 50 മാർക്ക്. അപ്പോൾ 50-ൽ നിങ്ങൾക്ക്, അതായത് ടോട്ടൽ 45 മാർക്ക് കിട്ടിയാലാണ് A+. അതായത് ഓൾറെഡി CE മാർക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി CE മാർക്ക് നിങ്ങൾ ഫുള്ള് കിട്ടുമോ എന്നുള്ളതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം ഓൾറെഡി അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ 35 മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ ഗ്രേഡ് നിങ്ങൾക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് 30 മുതൽ 34 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A ഗ്രേഡാണ് ലഭിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു, അതായത് 25 മുതൽ 29 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ B+ ഗ്രേഡും, അതുപോലെ തന്നെ 20 മുതൽ 24 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ B ഗ്രേഡും, അതുപോലെ തന്നെ നിങ്ങൾക്ക്, അതായത് 15 മുതൽ നിങ്ങൾക്ക് 19 മാർക്ക് വരെ ലഭിക്കുകയാണ് എങ്കിൽ C+ ഗ്രേഡും, അതുപോലെ തന്നെ ഈ ഒരു 10 മുതൽ 14 മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിൽ C ഗ്രേഡും, അതുപോലെ തന്നെ 5 മുതൽ 9 വരെ മാർക്ക് ലഭിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് D+ ഗ്രേഡുമാണ് ലഭിക്കുക. 5-ന് താഴെ, അതായത് 4 മുതൽ താഴോട്ടേക്ക് നിങ്ങൾക്ക് D ഗ്രേഡാണ്. അതുപോലെ തന്നെ അതിന് താഴെ E ഗ്രേഡും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതായത് 1 മാർക്കിന് താഴെ E ഗ്രേഡാണ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മിനിമം ജസ്റ്റ് ഒരു 5 മാർക്കെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ എഴുതി കാണിക്കാം. അതായത് 35 മുതൽ നിങ്ങൾക്ക് 40 വരെ മാർക്ക് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് A+ ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ, അതായത് എഴുത്ത് പരീക്ഷയിലാണ് CE മാർക്ക് കൂട്ടാതെയുള്ള ആ ഒരു മാർക്കാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 30 മുതൽ 34 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ A ഗ്രേഡാണ് ലഭിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 25 മുതൽ 29 വരെ മാർക്ക് ലഭിക്കുകയാണ് എങ്കിൽ B+ ഗ്രേഡും, അതുപോലെ തന്നെ നിങ്ങൾക്ക് 20 മുതൽ 24 വരെ മാർക്ക് ലഭിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് B ഗ്രേഡാണ് ലഭിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 15 മുതൽ 19 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ C+ ഗ്രേഡും, അതുപോലെ തന്നെ അതിനുശേഷമുള്ള ബാക്കി ഗ്രേഡുകൾ കൂടി നമുക്ക് നോക്കാം. അതായത് 15 മുതൽ 19 വരെയാണ് C+ ഗ്രേഡ് വരിക. അതുപോലെ തന്നെ അതിനുശേഷം 10 മുതൽ നിങ്ങൾക്ക് ഈ ഒരു 14 വരെ നിങ്ങൾക്ക് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക C ഗ്രേഡാണ്. അതുപോലെ തന്നെ ഈ ഒരു
5 മുതൽ 9 വരെ മാർക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് D+ ഗ്രേഡാണ് കിട്ടുക. ഇതിനു താഴെ, അതായത് 5 മാർക്കിന് താഴെ 4 മുതൽ, അതായത് 2 മുതൽ 4 വരെ കിട്ടുകയാണെങ്കിൽ D ഗ്രേഡും, 1 താഴെ 1 അതിന് താഴെയും ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് E ഗ്രേഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു 5 മാർക്ക് മുതൽ 9 വരെ മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് CE ഉൾപ്പെടെ നിങ്ങൾക്ക് D+ ഗ്രേഡായിട്ട് ജയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 4 മാർക്കൊക്കെ കിട്ടുകയാണെങ്കിൽ 1 മാർക്ക് തന്ന് നിങ്ങളെ ജയിപ്പിക്കുന്നതായിരിക്കും. അത് 5 മാർക്കാക്കിയിട്ട് ഈ 10 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 15 മാർക്കായിട്ട് നിങ്ങൾ ജയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 33 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ അതിനോടൊപ്പം 2 മാർക്ക് ആഡ് ചെയ്ത് തന്നിട്ട് നിങ്ങൾക്ക് A+ ഗ്രേഡ് ആക്കിയിട്ട് ടീച്ചേഴ്സ് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ടാബുലേഷൻ വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കുറഞ്ഞ മാർക്കുകൾ, നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ആഡ് ചെയ്യും. ഗ്രേസ് മാർക്കൊന്നും ഇല്ലാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടാബുലേഷൻ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് തന്നിട്ട് നിങ്ങൾക്കത് A+ ആക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത പരീക്ഷയായിട്ടുള്ള കെമിസ്ട്രി പരീക്ഷ ബുധനാഴ്ചയാണ്, അതായത് രസതന്ത്രം പരീക്ഷ. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു A ഗ്രേഡെങ്കിലും ലഭിക്കുന്നതാണ്. നിങ്ങൾ ആ ഒരു പരീക്ഷയ്ക്ക് മിനിമം ഒരു 30 മാർക്കെങ്കിലും വാങ്ങാനായിട്ട്, അത് 40-ൽ 30 മാർക്കെങ്കിലും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.